ചങ്ങായിമാരെ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പെരുവള്ളൂർ കാടപ്പടി ഷെയ്ഡ് പൂക്കോയത്തങ്ങൾ ഡയാലിസിസ് സെന്ററിലാണ്. അപ്പോൾ ഇവിടെ നമ്മളെ രോഗികളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഇന്നലെ ഉദ്ഘാടനത്തിന് ഇന്നലെ ഡയാലിസിസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഈ സ്ഥാപനം ഇവിടെ വരാൻ കാരണക്കാരനായിട്ടുള്ള നമ്മുടെ ഇതിന്റെ ഷെയ്ഡിന്റെ കൺവീനർ കൂടെ ആയിട്ടുള്ള നസീം കാടപ്പടി ഇവിടെ ഉണ്ട്. അപ്പോൾ മൂപ്പര് ഇതിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് കാലങ്ങളായി നമ്മൾ കാത്തിരുന്ന പെരുവള്ളൂരിലെ ഷെയ്ഡ് പൂക്കോയത്തങ്ങൾ ഡയാലിസിസ് സെന്റർ ഇന്നലെ അഭിവന്ദനായ കോറാട് സെയ്താലിക്കുട്ടി ഫൈസിയുടെ പ്രാർത്ഥനയോടുകൂടി രോഗികൾക്കായി തുറന്നു കൊടുക്കാൻ സാധിച്ചു. ലളിതമായൊരു ചടങ്ങിലൂടെയാണ്, ഇന്നലത്തെ ഒരു പ്രാർത്ഥനാ സദസ്സോടു കൂടിയാണ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം റമദാൻ കഴിഞ്ഞിട്ട് വിപുലമായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നടത്തപ്പെടും. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ എത്രയും വേഗം രോഗികൾക്ക് ഈ സെന്റർ തുറന്നു കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എത്രയും വേഗം നമ്മൾ ഉദ്ഘാടനത്തിന് പോലും കാത്തിരിക്കാതെ രോഗികൾക്കുള്ള സേവനം നൽകിയിട്ടുള്ളത്. പെരുവള്ളൂരിലെ ഒരുപാട് അനേകമായിരം ആളുകളുടെ ഒരു വലിയ പ്രയത്നത്തിൻ്റെ പരിമിത ഫലമാണ് നമ്മൾ ഈ പ്രദേശത്തൊരു ഡയാലിസിസ് സെന്റർ മഹാനായ പൂക്കോയത്തങ്ങളുടെ നാമോദയത്തിൽ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ വലിയ കഠിനമായ അധ്വാനവും അവരുടെ പ്രാർത്ഥനയും പ്രയത്നവും എല്ലാം ഒന്നിച്ചു വന്നപ്പോഴാണ് നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മക്കായി കൂടിച്ചേർന്ന ഷെയ്ഡ് ശിഹാബ് തങ്ങൾ അലയൻസ് ഫോർ ഡെവലപ്മെന്റ് എംപവർമെന്റ് അഭിനന്ദനായ മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് നമ്മുടെ ചെയർമാനായിട്ടുള്ളത്. ബഹുമാനായ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ മാതാപ്പയ മുഹമ്മദ് കുട്ടി ഹാജി നമ്മുടെ പ്രസിഡന്റായും ഒക്കെ ഒരുപാട് ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ സംഗതികളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, 2 കിഡ്നിയും നഷ്ടപ്പെട്ടവർക്ക് ഈ ഡയാലിസിസ് അല്ലാത്ത ഒരു മാർഗം നമുക്ക് നിലവിലില്ലാത്തൊരു സാഹചര്യം. ഇത് നടത്തിക്കൊണ്ടു പോകാൻ ഭീമമായൊരു സംഖ്യയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഉള്ളത് 9 മെഷീനാണ്. ഇതൊരു മാസം നടത്തിക്കൊണ്ടു പോകാൻ ഏകദേശം 7 ലക്ഷം രൂപയോളാണ് ചെലവുള്ളത്. അതൊക്കെ ഈ നല്ലവരായി നാട്ടുകാരുടെ പിന്തുണയും സഹായവും സഹകരണവും ഇതിനുണ്ടാകുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ സാധാരണക്കാരായ, ഇപ്പം വീരാൻകുട്ടിയാണെങ്കിലും ഫൈസലാണെങ്കിലും സാധാരണക്കാരായ ഒരുപാട് സംഘാടകരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അവരുടെയൊക്കെ ധൈര്യം ഈ നാട് മുഴുവനും നമ്മളോട് കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബിരിയാണി ചലഞ്ച് ആയാലും മറ്റുള്ള ഇതിൻ്റെ സാമ്പത്തികമായി സഹായിക്കുന്ന കാര്യത്തിലായാലും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന കാര്യത്തിലായാലും ഈ പെരുവള്ളൂരിലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നമ്മളോട് കൂടെ നിന്നിട്ടുണ്ട്. ആ ഒരു ധൈര്യം തന്നെയാണ് ഇത്രയും വലിയ ഭീമമായ ഒരു സംഖ്യ വരുന്ന ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഞങ്ങളുടെ ഊർജം. നമ്മൾ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ 200ഓളം അപേക്ഷകളാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. പെരുവള്ളൂരിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നുമൊക്കെ ധാരാളം നിർധരരായ ആളുകളുടെ അപേക്ഷകളാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട് ഈ ഒരു അപേക്ഷകളുടെ ദൈർഘ്യം. സ്വാഭാവികമായിട്ട് ഇവിടെ അപേക്ഷയുമായി വരുന്നവരൊക്കെ പരിഗണിക്കേണ്ട പ്രയാസപ്പെടുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ സീറ്റുകളാണുള്ളത്. ആ ഒരു പ്രയാസം കൂടി ഞങ്ങളുടെ മുന്നിൽ വല്ലാത്ത രീതിയിലുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റാവുന്ന അത്രയും ആളുകളെ, ജാതി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പറ്റാവുന്ന ആളുകൾക്കൊക്കെ പരിഗണന നൽകി ഇവിടെ ഇനിയും ഞങ്ങളുടെ ഇതിനെ വിപുലീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ട ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ ഒരു ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ 200-ലധികം അപേക്ഷകളാണ് എത്തിയിട്ടുള്ളത്. അത് ആരെയും മടക്കിവിടാൻ പറ്റാത്ത രൂപത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ഈ ദൂരദിക്കിൽ നിന്ന് പോയി വരുന്ന പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, അങ്ങനെ ഒരുപാട് വലിയ പ്രയാസം നൽകുന്ന ഒരുപാട് ആളുകളുടെ അപേക്ഷയാണ് ഇവിടെ എത്തി എന്നുള്ളതിൽ ഞങ്ങളുടെ വലിയ പ്രയാസമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സൗകര്യം വെച്ച് പരമാവധി ആളുകൾക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇത് വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന കുറച്ച് മനുഷ്യർക്ക് സഹായം നൽകാനാണ് ഞങ്ങൾ മുന്നിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും എല്ലാ അർത്ഥത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഇനിയും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായവും സഹകരണവും ഒക്കെ ഈ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനത്തിന്, ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ചങ്ങായിമാരെ, നമ്മളെ നാട്ടിലെ കിഡ്നി രോഗികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് നമ്മളെയും കൂടി ആവശ്യമാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ സഹകരിച്ച പോലെ ഇനിയും നിങ്ങളെ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.